ആശാപ്രവർത്തകരുടെ സമരം 41 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അവരുടെ നിരാഹാര സമരവും 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവർക്ക് ഓരോ ദിവസവും വലിയ വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല സംഘടനകൾ അവർക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നു. ആ കൂട്ടത്തിൽ ഇന്ന് വന്ന ഒരു കുട്ടിയാണ്, 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അർണവ് എന്നാണ് പേര്. സർവോദയയിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കിട്ടിയ 500 രൂപ സ്കോളർഷിപ്പ് ഇവിടെ കൊടുക്കാനാണ് എത്തിയത് എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അർണവ് തന്നെ പറയും എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, ആരൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നൊക്കെ അർണവിനോട് തന്നെ നമുക്ക് ചോദിക്കാം. മോനെ, ഇതെങ്ങനെ ഈ ആശ ഇവരുടെയൊക്കെ സമരം നടക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞേ? ഞാൻ ഇന്നും രാത്രി ഇവിടെ വരുന്നുണ്ട്. ആരുടെ ഒപ്പം വരുന്നേ? അമ്മയുടെ കൂടെ. അമ്മ ആശാ വർക്കറാണോ? അല്ല, അമ്മ ആശാ വർക്കേഴ്സിന് പിന്തുണ നൽകുന്ന ഒരാൾ. ഈ പൈസ കൊടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ? ഇന്ന് രാത്രി ഞാൻ ഇവിടെ വരുമ്പോൾ ഇവർ ഇത്രയും കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. എന്താണ് ഈ സ്കോളർഷിപ്പ് കിട്ടിയ പൈസ കൊടുത്തല്ലേ? എത്ര രൂപ ഇത് കൊടുത്തേ? 500 രൂപയ്ക്ക് ഒത്തിരി മുട്ടായിക്ക് വാങ്ങാൻ പറ്റില്ലേ? പറ്റും. പിന്നെന്താ ഇവിടെ കൊടുത്തേ? ഇവരിത്രയും കഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇത് എന്തിൻ്റെ സ്കോളർഷിപ്പാ? PCM എന്ന് പറയുമ്പോൾ മെറിറ്റ് അവാർഡാണ്. ഇനിയും വേറെ പൈസ കിട്ടുവാണെങ്കിൽ കൊണ്ട് കൊടുക്കുമോ? ആ. ഇപ്പോൾ ഈ ആശമാരിപ്പോൾ ഈ ആശ ചേച്ചിമാരെ കുറേ നാളായാലും ഇവിടെ സമരം ചെയ്യുന്നത്. മോൻ എന്താ തോന്നുന്നത്? എനിക്ക് വളരെ വിഷമമാണ്. ഇത് അവസാനിപ്പിക്കണം. അതിനുള്ള നടപടികളൊക്കെ എത്രയും വേഗം നടത്തണം. ആര് ചെയ്യണമെന്നാണ്? മുഖ്യമന്ത്രിയാണോ മന്ത്രി ചെയ്യണോ? മുഖ്യമന്ത്രിയോട് എന്താ പറയാനുള്ളത്? ഇത് എത്രയും വേഗം ഇതിനുള്ള നടപടികളൊക്കെ എടുക്കണം. മോനും അപ്പം ഒരു ആശാ സമരത്തിൻ്റെ ഒപ്പം തന്നെ എല്ലാ ദിവസവും രാത്രി ഇവിടെ വന്നിരിക്കാറുണ്ട്. അതെ, ഒരു പിന്തുണ, ചെറിയ പിന്തുണ. ആശ ചേച്ചിമാരെന്താ പറഞ്ഞത് ഈ പൈസ കൊടുത്തപ്പോൾ? അവർക്ക് വളരെ സന്തോഷമായിരുന്നു. എന്തായാലും ഇതാണ് ആ കൊച്ചുമിടുക്കൻ. തനിക്ക് കിട്ടിയ 500 രൂപ ആദ്യം കൊണ്ടുവന്ന് കൊടുത്തത് ഈ ആശാപ്രവർത്തകർക്കാണ്. എല്ലാ ദിവസവും രാത്രി ഈ ആശാപ്രവർത്തകർക്കൊപ്പം അമ്മയ്ക്കൊപ്പം ഇവിടെ എത്താറുണ്ട്, ആശാപ്രവർത്തകർക്കൊപ്പം സമയം ചെലവഴിക്കാറുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ അർണവ് പറഞ്ഞിരിക്കുന്നത്. അർണവും പറഞ്ഞിരിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.